കേരളം ഇന്ന് ഞെട്ടിത്തെരിച്ചാണ് ഉണർന്നത്. രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒന്ന് ഈ പുലർച്ചെ പിണറായിയിലെ ആ ഇരുമ്പ് കോട്ടയിൽ സംഭവിച്ചിരിക്കുന്നു. CPMന്റെ കരുത്തനായ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്രതീക്ഷിതമായി ഇരച്ചു കയറി. ഇത്രയും കാലം കേന്ദ്ര ഏജൻസികൾക്ക് പിടികൊടുക്കാത്ത, തനിക്ക് ചുറ്റും വലിയൊരു പ്രതിരോധ വലയം തീർത്ത പിണറായിയുടെ സ്വകാര്യ വസതിയിലേക്ക് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയത് വെറും കൈയോടെയാകുമോ? പുറത്താണെങ്കിൽ പിണറായി ഗ്രാമം കത്തുന്നു, നൂറുകണക്കിന് പ്രവർത്തകർ പോലീസുമായി തെരുവ് യുദ്ധത്തിൽ. കേരള മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് തയ്യാറാക്കിയ രഹസ്യ തിരക്കഥയാണോ ഇത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമാണിതെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പിണറായിയിൽ നിന്നും വരുന്ന ഓരോ വാർത്തയും കേരളത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത്? നമുക്ക് നോക്കാം. ഇന്ന് പുലർച്ചെ കൃത്യം 6 മണി. സാധാരണഗതിയിൽ അതീവ ശാന്തമായ കേരളത്തിലെ പ്രാന്തപ്രദേശങ്ങൾ. എന്നാൽ ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ വാഹനവ്യൂഹം ഇരച്ചെത്തിയത്. മുൻ മുഖ്യമന്ത്രിയും CPM മുൻ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകളുടെ വസതിയിൽ, കോഴിക്കോട്ടെ വസതി, അവിടെ ലക്ഷ്യമാക്കി ED നീങ്ങിയ വാർത്ത മിനിറ്റുകൾക്കുള്ളിൽ കാട്ടുതീ പോലെ പടർന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം. പിണറായി വിജയൻ എന്ന നേതാവ് ഇത്രയും കാലം ഒരു ഉരുക്കു മനുഷ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതവണ അദ്ദേഹത്തിന് ചുറ്റും വട്ടം ഇട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇത്തരം ഒരു റെയ്ഡ് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പിന്നാലെ മുഹമ്മദ് റിയാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പല പോസ്റ്റുകളും ഇറങ്ങി. എന്നാലും CPM പ്രവർത്തകർ പോലും അന്തം വിട്ടുപോയ നിമിഷം വാർത്ത പുറത്തു വന്നതോടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ആ വീടിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത്. അവിടെ ഉണ്ടായ ദൃശ്യങ്ങൾ ഭീകരമായിരുന്നു. പോലീസിന്റെ സുരക്ഷാ വലയം ഭേദിക്കാനായി CPM പ്രവർത്തകർ, അടിമകളെന്ന് തന്നെ വിളിക്കാം, അവർ ശ്രമിച്ചതോടെ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെയായി. കേന്ദ്ര സർക്കാരിനെതിരെയും മേഡിക്കെതിരെയും ഒക്കെ ആകാശം മുട്ടുന്ന മുദ്രാവാക്യങ്ങൾ. ഒടുവിൽ മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത്. നിലവിൽ ആ പ്രദേശം ഒരു യുദ്ധക്കളത്തിന് സമാനമാണ്. വലിയ പോലീസ് സന്നാഹമാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM ഈ നീക്കത്തെ നേരിടുന്നത്? വളരെ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്, അല്ലേ? CPM ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ കണ്ണൂരിലെ കരുത്തനായ നേതാവ് P ജയരാജൻ വരെ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ഗൂഢാലോചനയിലേക്കാണ്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? P ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ആരും ഞെട്ടും. അദ്ദേഹം പറയുന്നത് ഇത് BJPയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആണെന്നാണ്. അവർക്ക് എന്തിന്റെ ആവശ്യമാണുള്ളത്? മാസപ്പടിയൊക്കെ മറന്നുപോയി ഇവരൊക്കെ. എന്തായാലും കണ്ണടച്ചിരുട്ടാക്കുകയാണോ? കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, അത് അവർ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഇടതുപക്ഷം. നരേന്ദ്രമോദി നിലവിലെ കേരള മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് ഡൽഹിയിൽ വെച്ച് പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയാണെന്നാണ് CPMന്റെ പക്ഷം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാക്കുകൾ അതിലും രൂക്ഷമായിരുന്നു. VD സതീശനെ VD സവർക്കർ എന്ന പേരിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. അതായത് BJPക്കും RSSനും വേണ്ടി പണിയെടുക്കുന്ന ആളായി സതീശൻ മാറിയെന്ന്. ആദ്യം സതീശൻ ലീഗിന്റെ ആളായി, ഇപ്പൊ സതീശൻ RSSന്റെ ആളായി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കേണ്ട CPMകാരെ. VD സതീശൻ അടുത്തിടെ നടത്തിയ ഡൽഹി യാത്ര പിണറായി വിജയനെ പൂട്ടാനുള്ള രേഖകൾ കൈമാറാനായിരുന്നു എന്നൊക്കെയാണ് CPM ഏരിയ സെക്രട്ടറി K ശശിയും ആരോപിക്കുന്നത്. CPMന്റെ ഉള്ളിലെ വലിയൊരു പേടി ബംഗാളും ത്രിപുരയൊക്കെയാണേ. അവിടെ പാർട്ടിയെ തകർത്തതുപോലെ കേരളത്തിലും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച നേതാക്കളെ നിശബ്ദരാക്കി ഭരണം പിടിച്ചെടുക്കാനാണ് UDFും BJPയും ശ്രമിക്കുന്നതെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. കഷ്ടം തന്നെ. അവിടെയൊക്കെ ഇപ്പോഴും ഈ കനൽത്തരി കെട്ടുപോയതിന്റെ കാരണം തങ്ങളാണെന്ന് അവർ ഇപ്പോഴും സമ്മതിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പോഴും ഇവർ സമ്മതിക്കുന്നില്ല. എന്തായാലും ഈ നാണയത്തിന്റെ മറുപുറം നമുക്കൊന്ന് പരിശോധിക്കാം. CPM പറയുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണോ, അതോ കൃത്യമായ അഴിമതി തെളിവുകൾ EDയുടെ പക്കലുണ്ടോ? വിഷയം മാസപ്പടിയാണ്. പിണറായി വിജയന്റെ ഭരണകാലത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ മുൻപേ നിലവിലുണ്ട്. ആരോപണം എന്നല്ല, പല കേസുകളും. അപ്പോൾ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ലാവലിൻ കേസ്, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. അപ്പോഴൊക്കെയും തനിക്കിതൊന്നും ബാധകമല്ല എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിന്. കാരണം ആഭ്യന്തരമടക്കം തൻ്റെ കയ്യിലാണ്. എന്നാൽ നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല എന്ന സന്ദേശമാണ് ED ഇപ്പോൾ നൽകുന്നത്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കണമെങ്കിൽ EDക്ക് കോടതിയിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. ED ആരുടെയും ചാരന്മാരല്ല. വെറുതെ ഒരാളെ വേട്ടയാടാൻ ഇത്രയും വലിയൊരു റിസ്ക് ഒരു ഏജൻസിക്ക് ആവശ്യമില്ല. പിന്നെ മുൻപ് കോൺഗ്രസ് നേതാക്കളെ ED ചോദ്യം ചെയ്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത CPM ഇപ്പോൾ തങ്ങളുടെ നേതാവിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അതിനെ വേട്ടയാടൽ എന്നൊക്കെ വിളിക്കുന്നത് ഒരു നിലപാടില്ലായ്മയല്ലേ, ഇരട്ടത്താപ്പല്ലേ?
പിന്നെ അഴിമതി ആരോപണങ്ങൾ നിയമപരമായി നേരിടുന്നതിന് പകരം തെരുവിൽ പ്രവർത്തകരെ ഇറക്കി അക്രമം അഴിച്ചുവിടുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മതനിരപേക്ഷതയുടെ തുരുത്താണ് കേരളം എന്ന് പി ജയരാജൻ പറയുന്നു. ശരിയാണ്, കേരളം അങ്ങനെ തന്നെയാണ്. പക്ഷേ മതനിരപേക്ഷതയുടെ പേരും പറഞ്ഞ് ഭരണത്തിൽ നടന്ന അഴിമതികൾ മൂടിവെക്കാൻ കഴിയില്ല. സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് അഴിമതി നടത്താനുള്ള ലൈസൻസ് അല്ലല്ലോ എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇനിയും ഇത് സംഘപരിവാറിന്റെ തലയിലേക്ക് എടുത്തു വെക്കാനുള്ള ഉദ്ദേശമെങ്കിൽ ജനങ്ങൾ പൊട്ടന്മാരല്ല. റിയാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കുക. എന്തായാലും ഈ റെയ്ഡ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത്യന്തം ഗൗരവകരമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? CPM ആരോപിക്കുന്നത് പോലെ അദ്ദേഹം BJPയുമായി കൈകോർത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മതേതര വോട്ടുകളെ ബാധിക്കും. എന്തൊക്കെയാണെങ്കിലും സതീശൻ മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ്. എങ്കിൽ കൂടി അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഈ ഒരാഴ്ചക്കിടെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ നോക്കുന്ന BJPക്ക് എന്തായാലും ഇതിലും വലിയൊരു അവസരം കിട്ടാനില്ല. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ അഴിമതിക്കാരായി മുദ്രകുത്തി ക്ലീൻ ഇമേജ് നൽകാനാണ് മോദി സർക്കാർ ഈ അവസരത്തിൽ ശ്രമിക്കുക എന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ CPMന്റെ പ്രതിരോധം CPM ഇപ്പോൾ വിക്ടിം കാർഡ് ഇറക്കിയിരിക്കുകയാണ്. തങ്ങളെ തകർക്കാൻ എല്ലാവരും ഒന്നിക്കുന്നു എന്ന വികാരം അണികളിൽ ഉണ്ടാക്കി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് അവരുടെ നീക്കം. കഷ്ടം തന്നെ. ഇതൊക്കെ വിശ്വസിക്കുന്ന അടിമകളെയാണ് ആദ്യം വടിയെടുത്ത് അടിക്കേണ്ടത്. എന്തായാലും സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നാൽ ഈ പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകരും. ഇപ്പൊ പിണറായി വിജയന്റെ വീട്ടിനുള്ളിൽ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത് പരിശോധിച്ചു കഴിയുമ്പോൾ ഏകദേശം മാസപ്പടിക്കുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കും. എന്തായാലും ഓരോ നിമിഷവും നിർണായകമാണ്. ഡൽഹിയിലെ ED ആസ്ഥാനത്ത് നിന്നും കൃത്യമായ നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഏകദേശം രാത്രിക്കുള്ളിൽ ചില നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമോ, എന്തെങ്കിലും രഹസ്യരേഖകൾ അവിടെ നിന്ന് കണ്ടെടുക്കുമോ, വീണ കുടുങ്ങുമോ, വീണ വിജയൻ അഴിക്കുള്ളിലാകുമോ, റിയാസിനെ പൂട്ടുമോ, ഇതൊക്കെ കണ്ടറിയണം. എന്തായാലും കേരളം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. ഈ റെയ്ഡ് വെറും ഒരു പുകമറയല്ല, അത് ഉറപ്പാണ്. ഇതിന് പിന്നിൽ മാസങ്ങളോളം നീണ്ട നിരീക്ഷണങ്ങളും വിവരശേഖരണങ്ങളും നടന്നിട്ടുണ്ടാകും. അതിനൊടുവിലാണ് അവർ ഈ പരിശോധനയ്ക്ക് എത്തുക. എന്തായാലും ആ രഹസ്യരേഖകൾ എന്താണ്, V.D. സതീശൻ നൽകിയെന്ന് പറയപ്പെടുന്ന ആ ഡോസിയർ എന്താണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിൻ്റെ അന്ത്യമാണോ അതോ മറ്റൊരു പോരാട്ടത്തിൻ്റെ തുടക്കമാണോ നമ്മൾ കാണുന്നത്? കണ്ടറിയാം. എന്തായാലും ഈ വിഷയത്തിൽ ഈ പിണറായി വിജയൻ്റെ വീട്ടിൽ EDയുടെ ഈ പരിശോധനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.